നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു സ്റ്റോക്ക് വെറും 2 രൂപയ്ക്ക് വാങ്ങിച്ചു, കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് 20 രൂപയായി, അത് 10 ഇരട്ടിയായി. അപ്പോൾ ഭയങ്കര ഒരു ഗെയിനല്ല നടന്നത്. 2 രൂപ 20 രൂപയിലേക്ക് വരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനൊരു റിസ്ക്കും ഇല്ല, ചെറിയ സ്റ്റോക്കാണ്, ചെറിയ പൈസയാണ്. അപ്പം 1000 രൂപകൾ കൊടുത്തിട്ട് റിലയൻസിൻ്റെ വലിയ കമ്പനീൻ്റെ ഷെയർ വാങ്ങിക്കുന്നതിന് പകരം ഈ 2 രൂപേൻ്റെ കമ്പനി നമുക്കൊരു 500 1000 ഷെയറുകൾ വാങ്ങിക്കാനാണ് നല്ലത്. കാരണം അപ്പോൾ നമുക്ക് ഗ്രോത്തും കൂടും ആൻഡ് വളരെ ചീപ്പായിട്ട് കിട്ടുന്നു. ഇതാണ് എല്ലാവരും പെന്നി സ്റ്റോക്കിനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു ഹൈപ്പ് കാരണവും കുറേ മിസ്കൺസെപ്ഷൻസ് കാരണമാണ് എല്ലാവരും പെന്നി സ്റ്റോക്കിന് പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് പെന്നി സ്റ്റോക്ക്, എന്താണ് അതിൻ്റെ പുറകിലുള്ള റെഡ് ഫ്ലാഗ്സ്, ആൻഡ് മൂന്നാമത് നമ്മൾ ഈ പെന്നി സ്റ്റോക്ക് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും ശരിക്കുള്ള ഗുണമുണ്ടോ എന്ന് വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണെങ്കിലും ഫിനാൻസ് വിത്ത് അലക്സ് എന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം പെന്നി സ്റ്റോക്സ് കൊണ്ട് കുറേ ആൾക്കാർ കുറേ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ട്രാപ്പിൽ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം എന്നിട്ട് ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പെന്നി സ്റ്റോക്ക് എന്താണ് ബൈ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ പെന്നി സ്റ്റോക്ക് ഇന്ത്യയിൽ കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഇല്ലെങ്കിലും US-ലേക്ക് ഒരു പ്രത്യേക ഡെഫിനേഷൻ ഉണ്ട്, അതിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. ഇന്ത്യയിലെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20 to 50 റുപ്പീസിന് താഴെ, ഒരു 50 റുപ്പീസിൻ്റെ താഴെ ഓരോ ഷെയറിന് വരുന്ന സ്റ്റോക്കിനെയാണ് വിളിക്കുക പെന്നി സ്റ്റോക്സ്. പെന്നി സ്റ്റോക്സ് കുറേ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പൊതുവേ മൈക്രോ ക്യാപ്പ്, നമ്മൾ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഉണ്ട്. സ്മോൾ ക്യാപ്പിനെക്കാട്ട് ചെറിയ കമ്പനീസിനാണ് നമ്മൾ മൈക്രോ ക്യാപ്പ് എന്ന് വിളിക്കുക. ഇവർ വളരെ ചെറിയ കമ്പനിയാണ്. വളരെ ചെറിയ കമ്പനി എന്ന് പറയുമ്പോൾ കോടികളൊക്കെ ആയിരിക്കും അവരുടെ ആസ്തി, പക്ഷെ എന്നാലും അത് മൈക്രോ ക്യാപ്പ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന കമ്പനീസിന് 10,000 കോടി, ലക്ഷക്കോടികളൊക്കെയാണ് വലുപ്പമുള്ളത്. ഓക്കെ, ഇതിൽ സീറോ സ്പോട്ട്ലൈറ്റാണ്. അതിനർത്ഥം എന്താണ്? വലിയ വലിയ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സോ, FIIs അല്ലെങ്കിൽ DIS, വലിയ ആൾക്കാരൊന്നും ഇതിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ? ഇത് കുഞ്ഞു കമ്പനിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, HDFC മ്യൂച്വൽ ഫണ്ടുകാരോ അല്ലെങ്കിൽ ആക്സിസിൻ്റെ മ്യൂച്വൽ ഫണ്ടുകാരോ, അവരിൽ എത്രയാണ് 10,000 ലക്ഷക്കണക്കിന് കോടികളുള്ളത്. ഈ കമ്പനി ചിലപ്പോൾ 100, 200, 500 കോടി അല്ല 1000 കോടി ഉണ്ടാവുള്ളൂ. ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്തിട്ട് ഈ കമ്പനിയിൽ ഇട്ടാൽ ഈ കമ്പനീൻ്റെ വെർത്ത് കൂടിക്കൊണ്ടിരിക്കുക. അത്ര സ്റ്റോക്ക് തന്നെ ഉണ്ടാവില്ല, അത്ര ഷെയർ തന്നെ ഉണ്ടാവില്ല. അപ്പം അത്രയും വലിയ ആൾക്കാർക്ക് ഈ കുഞ്ഞ് മൈക്രോ ക്യാപ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പം ഇവിടെ സീറോ സ്പോട്ട്ലൈറ്റ് ആണ്, ലാർജ്ലി ഇഗ്നോർഡ് ബൈ മിഗ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. വലിയ ടീംസുകളൊന്നും ഈ സ്റ്റോക്കിൻ്റെ പുറകെ പോവില്ല. അപ്പോൾ അതിനെപ്പറ്റി നല്ല റിസർച്ച് ഉണ്ടാവില്ല, അതിനെപ്പറ്റി നല്ല ഇൻഫർമേഷൻ ഉണ്ടാവില്ല, അപ്പോൾ അനാലിസിസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നോ കവറേജ്, റെയർലി ട്രാക്ഡ് ഇൻ ആൻഡ് വെനാൽ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് വലിയ കമ്പനീസ് ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോപ്പർ അനാലിസിസ് പ്രൊഫഷണൽസോ അല്ലെങ്കിൽ അനലിസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം ഈ കമ്പനീസ് ഒരിക്കലും മോശമാണെന്നോ നല്ലതാണെന്നോ ഒന്നുമല്ല പറയാൻ പോകുന്നത്. വളരെ ചെറിയ കമ്പനീസാണ്, സ്റ്റോക്ക് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ കമ്പനീസാണ്. ചിലപ്പോൾ നന്നായിട്ട് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ നന്നായിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ്, വാട്സാപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ മെസ്സേജ് കണ്ടിട്ടുണ്ടോ, എൻ്റെ 2 രൂപേൻ്റെ സ്റ്റോക്ക് 10 ഇരട്ടിയായി, ഞാൻ ഡബിൾ ചെയ്തു പ്രോഫിറ്റ്സ്, ഇത്രയും ചെറിയ പൈസ കൊടുത്തിട്ട് ഇത്രയും വലിയ പൈസ ഉണ്ടായെന്ന് കാണും. അതാണ് ഹൈപ്പ് ട്രെയിൻ. ഇതിൻ്റെ പുറകെ ഭയങ്കര ഹൈപ്പ് ഉണ്ട്, കാരണം കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് തന്നെ ഒരു ലോ പ്രൈസ് ഇല്യൂഷൻ ഉണ്ട്. നമ്മൾ പൊതുവെ വാങ്ങിക്കുന്നത് 20 രൂപ 10 രൂപേൻ്റെ വാങ്ങിക്കുമ്പോൾ, ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കര ചീപ്പല്ലേ, നമുക്ക് കുറേ എണ്ണം വാങ്ങിക്കാമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫ്രൂട്ട് കടയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഓറഞ്ച് നിങ്ങൾക്ക് ഓരോന്ന് 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഒരു ഓറഞ്ച് 10 രൂപയ്ക്ക് വാങ്ങിക്കാം, 2 ഓറഞ്ച് 2 ഇൻറ്റു 10 രൂപയ്ക്ക് വാങ്ങിക്കാം, 100 ഓറഞ്ച് വാങ്ങിക്കാം, 100 ഇൻറ്റു 10 രൂപ. പക്ഷേ ഓരോ ഓറഞ്ചും നമുക്ക് 10 രൂപ എന്ന് കാണുമ്പം ഒരു രസമാണ്. ഇനി അതേ കടയിൽ തൊട്ടിപ്പുറത്ത് ഈ ഓറഞ്ചുകൾ വലിയ ബോക്സുകൾ കാർട്ടണിലേക്ക് വിൽക്കുന്നു. ഓക്കെ, എന്താ വ്യത്യാസം? അവിടെ 100 ഓറഞ്ച് ഒരു ബോക്സിലുള്ളത്, അപ്പം 1000 രൂപയ്ക്കാണ് ഒരു പെട്ടി കൊടുക്കുന്നത്. കാരണം 100 ഇൻറ്റു 1000 പൈസയ്ക്ക് ഒരു വ്യത്യാസമില്ല. ഇത് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഓരോ ഓറഞ്ചിന് പൈസ വ്യത്യാസമില്ല. ഇവിടെ 10 രൂപയ്ക്ക് വെക്കുന്നു ഓരോ ഓറഞ്ച്, നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ 100 ഓറഞ്ച് ഒരു പെട്ടിയിലായിട്ട് നമുക്ക് ഓരോ പെട്ടിയെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വില അല്ലെങ്കിൽ വെർത്ത് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇതേ ലോജിക്കാണ് ശരിക്കും പറഞ്ഞാൽ പെന്നി സ്റ്റോക്കിന് അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയൊരു സ്റ്റോക്കിന്, ഫോർ എക്സാമ്പിൾ റിലയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ MRF ആയിക്കോട്ടെ. MRFിനൊക്കെ ഒരു സ്റ്റോക്കിൻ്റെ പൈസ ലക്ഷങ്ങളാണ്. എന്താ വ്യത്യാസം? ചീപ്പറാണോ ശരിക്കും പറഞ്ഞാൽ? നിങ്ങൾ ഒരു ഓറഞ്ച് 10 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓറഞ്ചല്ലേ കിട്ടുന്നത്. നിങ്ങൾ ഒരു വലിയ ബാസ്ക്കറ്റിലുള്ള 100 ഓറഞ്ച് വാങ്ങിക്കുമ്പം 100 ഇൻറ്റു 10 1000 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രയും ഓറഞ്ച് കിട്ടുന്നില്ലേ? അപ്പം നിങ്ങൾ കൊടുത്ത പൈസനുള്ള കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഓറഞ്ച് ചീപ്പാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞു കമ്പനിയാണ്. കുഞ്ഞു കമ്പനി എന്ന് പറയുമ്പോൾ 1000 കോടിയാണെന്ന് വിചാരിക്കുക. അതിലെ നിങ്ങൾ 10 രൂപേൻ്റെ ഷെയറാണ് വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ആ കമ്പനീൻ്റെ ഓണർഷിപ്പ് ഇടുന്നത്? 10/10 കോടി. ഓക്കെ, ഇനി അതേ സമയത്ത് നിങ്ങൾ റിലയൻസോ MRFോ HDFCയോ വലിയ സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ ആ കമ്പനി ചിലപ്പോൾ 50,000 crore ആയിരിക്കും അവരുടെ വേർത്ത്, അല്ലെ 1 ലക്ഷം കോടി ആയിരിക്കും. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്നത് 1000 രൂപേൻ്റെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
ഇവിടെ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ഓറഞ്ച് പീസുകൾ വാങ്ങിക്കുന്നു, ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി വലിയ ബാസ്ക്കറ്റായിട്ട് വാങ്ങിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നോ അതിൻ്റെ അനുസരിച്ചുള്ള ഓണർഷിപ്പ് നിങ്ങൾക്ക് ആ കമ്പനീൻ്റെ കിട്ടുന്നുണ്ട്. അത്രയുള്ള മനസ്സിലാക്കണ്ടേ. ഇവിടെ ചീപ്പായതുകൊണ്ട് കാര്യമുണ്ടോ? ചെറിയ കാര്യമുണ്ട്. നമുക്കൊരു ഇല്യൂഷൻ തോന്നും, ഇത് ചീപ്പാണ്, കുറച്ചായിട്ട് വാങ്ങിക്കാം, കുറച്ചായിട്ട് പെട്ടെന്ന് വളരും എന്നൊക്കെ ഒരു വിചാരമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2000 വാങ്ങിക്കുന്നതും ഇവിടെ 2 രൂപയ്ക്ക് വാങ്ങിക്കുന്നതും തമ്മിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള നമുക്ക് കിട്ടുന്നുള്ളൂ, അത് മനസ്സിലാക്കാം. ഇനി ഈ മൈക്രോ ക്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ പെന്നി സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി വേറെ നമുക്ക് പെന്നി സ്റ്റോക്കിനുള്ളൊരു ഹൈപ്പ് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു വീഡിയോ കാണുമ്പോൾ പരസ്യം കാണുമ്പോൾ വീഴാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 2 രൂപേൻ്റെ ഷെയർ 4 രൂപ ആവുന്നത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ലേ? ഡബിളായി, ഭയങ്കര പ്രോഫിറ്റ് ഡബിളായി എന്നൊക്കെ ആലോചിക്കാൻ പറ്റില്ലേ? 2 രൂപ to 4 rupees നമുക്ക് ആലോചിക്കാൻ പറ്റും. പക്ഷേ 2000-ൻ്റെ ഒരു വലിയ കമ്പനീൻ്റെ സ്റ്റോക്ക് 4000 ആവാന്ന് പറയുമ്പോൾ എന്നാവാനാ, എപ്പോൾ ആവാനാ? നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഈ 2-ന്ന് 4-ലേക്ക് വരുന്ന ഈ ഡബിളിങ് എഫക്റ്റ് സെയിം എഫക്റ്റാണ് 2000-ന്ന് 4000 ആവുന്നത്. ഈ 2-ന്ന് 4 പെട്ടെന്ന് അങ്ങ് ആവൂല, ആവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് പൊതുവേ, അല്ലെങ്കിൽ അത്ര എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉള്ള കമ്പനി ആയിരിക്കും. 2000-ന് 4000-ന് ഒരു കമ്പനി ആവുമോ? റിയലിസ്റ്റിക്കലി ആലോചിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ആവില്ല, സെയിം എഫക്റ്റാണ്. പക്ഷെ നമുക്കെന്തോ 2 രൂപേൻ്റെ നമുക്ക് 4 രൂപ പെട്ടെന്ന് ആവുന്നൊരു വിചാരം. അതേസമയം നമുക്ക് 2 രൂപേൻ്റെ നമുക്കൊരു 1000 സ്റ്റോക്ക് വാങ്ങിക്കാം, അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഷെയർ ഉണ്ട് എന്നുള്ളൊരു നമുക്കൊരു ഫീലിംഗ് കിട്ടും. കുറേ ഷെയർ കമ്പനീനെ വാങ്ങിച്ചാൽ നമ്മളെന്തോ ആ ഷെയർ കമ്പനീൻ്റെ വലിയ സംഭവം തോന്നും. ഇല്ല, നമുക്ക് ആ പൈസ കൊടുത്തതിൻ്റെ വെറുതെ കിട്ടുള്ളൂ. പിന്നെന്താണ്, ഒരു ഫോം ഓഫ് ഫാക്ടറി വാട്സാപ്പിലും ടെലിഗ്രാമിലും യൂട്യൂബിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും, ഞാൻ ഡബിൾ ചെയ്തു ട്രിപ്പിൾ ചെയ്തു പെന്നി സ്റ്റോക്സ് ഒക്കെ പേരൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് വാങ്ങിക്കാൻ തോന്നും. ഇല്ല, അങ്ങനെ ഒരു ഹൈപ്പ് നിങ്ങൾ പുറകെ പോകണ്ട. പിന്നെ എന്താണ്, ഈ 10x 100x മൾട്ടി ബാഗറൊക്കെ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ 2 രൂപയ്ക്ക് പെട്ടെന്ന് 20 രൂപ 200 രൂപയാവും. ഞാൻ വിത്ത് എക്സാമ്പിൾ കാണിച്ചു തരാം, ഈ പമ്പ് ആൻഡ് ഡംപ് സ്കീംസും പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പെന്നി സ്റ്റോക്സിന് പുറകെ ബ്ലൈൻഡ്ലി പോരുന്നത് മനസ്സിലാവും. ഓക്കെ, ഈ പെന്നി സ്റ്റോക്സിൻ്റെ റെഡ് ഫ്ലാഗ്സും പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു, പക്ഷേ അതിന് കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട് ഓഫ് കോഴ്സ്. ഓക്കെ, ഇപ്പം നോക്കിയും അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറിയ കമ്പനി ആകുമ്പം ഓക്കെ, ഒന്നെങ്കിൽ നല്ല ഫണ്ടിങ് കിട്ടി, നല്ലൊരു ഇൻവെൻഷനോ നല്ലൊരു ഡിസ്കവറിയോ നല്ല ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഗ്രോയും അല്ലേ, പെട്ടെന്ന് ഗ്രോയും. കാരണം കുഞ്ഞു കമ്പനിയാണ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ നല്ല വാല്യൂഷൻ കൂടും. അപ്പോൾ 500 to 1000% റിട്ടേൺസ് വരും. പക്ഷേ റെയർ കേസസിൽ, വളരെ റെയർ കേസിൽ നിങ്ങളിപ്പം പാസ്റ്റിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നൂലേ? അപ്പം കാരണം എന്താ, നിങ്ങൾക്ക് ഇന്നറിയാം അവന്മാർ ഭീകര കമ്പനിയെ ഭയങ്കര കയറി. പക്ഷേ 100 അല്ല 1000 കണക്കിന് പൊട്ടി കമ്പനീസ് ഉണ്ടാവും, അതിനെപ്പറ്റി നമ്മളിന്ന് കേൾക്കൂല. അതൊന്നൊരു പെന്നി സ്റ്റോക്കായിരുന്നു, അതിലാരും ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരെ പൈസയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞു കമ്പനീസ് തുടക്കത്തിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടാവും കയറാൻ, ഭയങ്കര പൊട്ടൻഷ്യൽ പൊട്ടാനും ഉണ്ടാവും. ആ കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഇനി ഏർലി എൻട്രി എന്താണ്? നിങ്ങൾക്ക് പറഞ്ഞല്ലേ, ആപ്പിളൊക്കെ വലുതാവുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ, അപ്പോൾ $1 ഇൻവെസ്റ്റ് ചെയ്താൽ 50 രൂപയ്ക്കുള്ള ഇൻവെസ്റ്റ് ചെയ്താൽ അല്പം ഭയങ്കര, ഇന്ന് നിങ്ങൾ കോടീശ്വരനായിരുന്നു. പക്ഷെ അന്ന് ആപ്പിൾ പോലത്തെ ഒരു കമ്പനി ഒരു വീടിൻ്റെ ഗരാജിലായിരുന്നു ഓപ്പൺ. ഓക്കെ, പ്രത്യേകിച്ച് ഓഫീസ് തന്നെ ഇല്ല, പ്രത്യേകിച്ച് ടെക്നോളജി തന്നെ ഇല്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ പൂട്ടി പോയിരുന്നു, പക്ഷെ അവർ കയറിപ്പോയി. അപ്പോൾ നമുക്കറിയില്ല പ്രോപ്പറായിട്ട് അതിനെ അനലൈസ് ചെയ്യാനോ അതിനെ പ്രൊഫഷണൽസ് ഒന്നും അവരെ നോക്കുന്നില്ല. അപ്പോൾ അന്ന് നമുക്ക് ഇത് വലുതാവും ചെറുതൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഈ മൈക്രോ ക്യാപ്പ് കമ്പനീസിൻ്റെ പ്രശ്നം. പിന്നെ എന്താണ്, പിന്നെ ഈ മൈക്രോ ക്യാപ്പിലെ റൂൾസ് പെട്ടെന്ന് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൈക്രോ സെക്ടേഴ്സിൻ്റെ സ്കൈ റോക്കറ്റ് ഫ്രം സഡൻ ഗവൺമെൻറ് ചെയ്ത്, അപ്പോൾ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു പോളിസി മാറ്റാണ്, അവരിവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അലോക്കേഷൻ മാറ്റാണ്, ബഡ്ജറ്റിൽ ചെറിയ വ്യത്യാസം വരെ റൂൾസ് മാറുകയാണെങ്കിൽ പെട്ടെന്ന് ചില കമ്പനീസ് കയറി പോകും, പെട്ടെന്ന് ചില കമ്പനീസ് നിന്നു പോകും. ഓക്കെ, ഇനി ഫൈനലി റിയാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായുണ്ടോ? ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല ഭയങ്കര പൊട്ടൻഷ്യലി ഗ്രോ ചെയ്യാൻ പോകുന്ന കമ്പനീസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. ഓക്കെ, അതിന് പകരം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനീസ്, ഓക്കെ, NSEയിലുള്ളതോ അല്ലെങ്കിൽ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ചും കൂടി സേഫറാണ്. ഇത് മച്ച് റിസ്കിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അടുത്തതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ മെയിൻ പ്രശ്നം ദ പമ്പ് ആൻഡ് ഡംപ് ട്രാപ്പ്. ഓക്കെ, പമ്പ് ആൻഡ് ഡംപ് സ്കീം എന്ന് പറയും. പമ്പ് ആൻഡ് ഡംപ് ആണെന്ന് സെബി അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനത്തെ SEC ഒക്കെ കണ്ടുപിടിച്ചാൽ അത് ഇല്ലീഗലാണ്. ഓക്കെ, പെന്നി സ്റ്റോക്സ് ടെക്നിക്കലി വാങ്ങിക്കുന്നത് വിൽക്കുന്നത് ഇല്ലീഗലല്ല. പമ്പ് ആൻഡ് ഡംപ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇല്ലീഗൽ പ്രാക്ടീസസ് വളരെ പ്രശ്നകരമാണ്. അത് സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇപ്പോൾ ആക്ച്വലി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അത് പമ്പ് ആൻഡ് ഡംപ് ആണോ എന്ന് നമുക്കറിയില്ല, സെബിക്ക് അറിയില്ല, പക്ഷേ അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്നാണ് ഈ ട്രാപ്പ് എന്ന്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 4 സ്റ്റെപ്പ് കാണാം, എന്നിട്ട് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ സംഭവിക്കുക, ഒരു പെന്നി സ്റ്റോക്ക് ഉണ്ടാവും, ചിലപ്പോൾ അതിന് 10 രൂപയായിരിക്കും ഷെയറിന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 10 രൂപേൻ്റെ ഒരു ഷെയർ, ഓക്കെ, ചിലപ്പോൾ കമ്പനിക്ക് കുറേ ഷെയർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ 10 കോടിയും നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് കോടികളുള്ള ഫ്രണ്ട്സും കൂടി എല്ലാം അങ്ങ് വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മളെന്താ, സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറുന്നു. ഓക്കെ, ഇപ്പം ഇത് കുറച്ച് ഹൈപ്പിലായി.
ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നു ഈ സ്റ്റോക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അവർക്കറിയില്ല, നിങ്ങൾ ഒന്നും കണ്ടിട്ടില്ല, നിങ്ങൾ പമ്പ് ചെയ്തിട്ട് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകുക. അപ്പം ഈ 10 കോടി ഓരോ ദിവസം ഇട്ടിട്ടിട്ട് കയറി നിങ്ങളിട്ട 10 കോടി ചിലപ്പോൾ ഒരു 15 കോടി അല്ലെങ്കിൽ 20 കോടിയും വിചാരിക്കാം. ഓക്കെ, കാരണം ഇവിടെ എത്തുമ്പം സാധാരണ വലിയ മാർക്കറ്റിനെ പറ്റി വലിയ ഇൻഫർമേഷൻ ഇല്ലാത്ത അവർ നോക്കുമ്പോണ്ട് ഒരു കുഞ്ഞ് സ്റ്റോക്ക് കയറുന്നു, ന്യൂസിലൊക്കെ കാണുന്നു, വാട്സാപ്പിൽ കാണുന്നു, യൂട്യൂബിൽ കാണുന്നു, എല്ലാവരും വാങ്ങിക്കുന്നു, പൈസ കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്തുമ്പോൾ ഡബിൾ ആയി ഉണ്ടാവും, ഇവിടെ എത്തുമ്പോൾ ട്രിപ്പിൾ. അപ്പം നിങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു, ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് ഭയങ്കര ഹൈപ്പ് കാരണം വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കാരണം കുറേ ഇൻവെസ്റ്റേഴ്സ് വരുന്നതുകൊണ്ട് നമ്മുടെ മൊത്തം പൈസ, നമ്മുടെ മൊത്തം ഷെയർ പ്രൈസൊക്കെ ഡബിളോ ട്രിപ്പിളൊക്കെ ആയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ പൈസ ഡബിളായി, എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ ഉള്ളവരുടെ പൈസ ഡബിളായി. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഒറ്റ ദിവസം അങ്ങ് വിൽക്കുന്നു. ഒറ്റ ദിവസം വിൽക്കുമ്പോൾ ടടാന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകും. ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനലിനെക്കാട്ടും താഴേക്ക് പോകും, ചിലപ്പം അതിനെക്കാട്ടും താഴേക്ക് പോകും. ഈ സമയത്ത് ഇതൊറ്റ ഡംപ്പായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ വിൽക്കാൻ നോക്കും, അയ്യോ എൻ്റെ സ്റ്റോക്ക് 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ചിലപ്പം 30 രൂപ ആയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ വിൽക്കാൻ നോക്കുമ്പോൾ വാങ്ങിക്കാൻ ആരുമില്ല, വാങ്ങിക്കാൻ ഒരാളുമില്ല. നിങ്ങൾ സെല്ല് കൊടുക്കുന്നു, ആരും വാങ്ങിക്കുന്നില്ല, വാങ്ങിക്കാൻ ആരുമില്ല. ആൻഡ് പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, 30, 20, 10 അതിനെക്കാട്ടും കുറയുന്നു. ഓക്കെ, ഇതാണ് പമ്പ് ആൻഡ് ഡംപ് സ്കീം. അത് നടക്കാറുണ്ട്, നടന്നിട്ടും കുറേ ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്, ടെലിഗ്രാമിലൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ സാധാരണ നിങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള ആൾക്കാർ ഫോമോ അടിക്കും, നമ്മൾ വാങ്ങിക്കാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് മില്യൺസ് ഓഫ് ഷെയർസ് ഒറ്റ പീക്ക് അങ്ങ് അടിക്കുമ്പോൾ അവർ ഒറ്റ വീക്കിൽ വിൽക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ക്രാഷ് നടക്കും, അത് ലോവർ സർക്യൂട്ട് അടിക്കും. ലോവർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഷെയർ വിൽക്കുകയോ വാങ്ങിക്കുകയില്ല. ഓക്കെ, ഒരു മിനിമം ഒരു മാക്സിമം ഉണ്ട് താഴേക്ക് വരാൻ പറ്റുന്ന, അത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റില്ല. അടുത്ത ദിവസത്തേക്ക് എല്ലാവരും സെല്ല് കൊടുക്കും, ആരും വാങ്ങിക്കാനുണ്ടാവില്ല, 0 ബയേഴ്സ് ആയിരിക്കും. ഞാൻ വിത്ത് എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിളിലേക്ക് പോകുന്നതിന് ഇപ്പോൾ കുറച്ച് റെഡ് ഫ്ലാഗ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലിക്വിഡിറ്റി. നിങ്ങൾ വിൽക്കാൻ വിചാരിക്കുമ്പോൾ ഈ സ്റ്റോക്കൊന്നും ആരും വാങ്ങിക്കാൻ ഉണ്ടാവില്ല. നിങ്ങൾ സെല്ല് കൊടുക്കും, ആര് വാങ്ങിക്കൂല. സെല്ല് എല്ലാ ദിവസം കൊടുക്കേണ്ടി വരും, കിട്ടുന്ന പ്രൈസിലൊന്നും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുടുങ്ങും. രണ്ടാമത്തെ കാര്യം, ടെറിബിൾ ഫണ്ടമെൻ്റൽസ് ആയിരിക്കും. ഇങ്ങനെ പമ്പ് ആൻഡ് ഡംപ് സ്കീമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള കമ്പനീസാണ് ഫണ്ടമെൻ്റൽസ് ഭയങ്കര പ്രശ്നമായിരിക്കും. അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ആർക്കും അറിയുന്ന തന്നെ ഉണ്ടാവില്ല. കാരണം വലിയ വലിയ കമ്പനീസ് അല്ല, വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, പ്രൊമോട്ടർ പ്ലഡ്ജിങ്. അതൊന്നും നിങ്ങൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കണ്ട. പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പെന്നി സ്റ്റോക്സിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ പെന്നി സ്റ്റോക്കിന്റെ ഒരു എക്സാമ്പിൾ. പമ്പ് ആൻഡ് ഡംപ് സ്കീം അല്ല കേട്ടോ, കാരണം സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വേർഡിക്റ്റ് വന്നിട്ടില്ല. അപ്പം നമുക്ക് എക്സാമ്പിൾ കാണാം, നമുക്ക് മനസ്സിലാവും അതോടെ എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ധൻ ആപ്പാണ്. നിങ്ങൾക്ക് സ്റ്റോക്സോ മ്യൂച്വൽ ഫണ്ട്സോ കമ്മോഡിറ്റീസോ ഒക്കെ ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിക്കാമെന്ന വളരെ നല്ലൊരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്സോ മ്യൂച്വൽ ഫണ്ട്സോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏത് ആപ്പ് വേണം നിങ്ങളുടെ ഇഷ്ടമുള്ള ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ധൻ ആപ്പ് യൂസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് എന്താണ് ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീമിനുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആപ്പിലാണ് നമ്മുടെ ഈ കഥ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റോക്സ്, ഓപ്ഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മളിവിടെ സ്റ്റോക്കിൽ പോകുന്നു. ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് RM ഡ്രിപ്പ്. ഓക്കെ, RM ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലേഴ്സ് സിസ്റ്റമാണ്. ഇതല്ലാതെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ രസകരമായിട്ട് നമ്മുടെ ഗ്രാഫുകൾ കാണാൻ പറ്റും. 1 മന്ത്, 5 ഡേയ്സ്, 6 മന്ത്, 1 ഇയർ. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം കാണുന്നുണ്ട്. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ കയറി പോകുന്നു. സാധാരണ പോലെ ഒരു സ്റ്റോക്കൊക്കെ പടാന്ന് പറഞ്ഞ് കയറുന്നു, പ്ടോന്ന് പറഞ്ഞ് ഡ്രിപ്പ് ആവുന്നു അല്ലേ, ഡ്രിപ്പ് നമ്മൾ ഡ്രോപ്പ് ആവുന്ന പോലെ. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വെച്ച് നോക്കാം. ഓക്കെ, എന്ത് സംഭവിക്കുന്നത്, ഈ ഭാഗം നോക്കാം. ഈ ഭാഗം എന്ന് പറയുമ്പോൾ 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉണ്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി കയറിക്കൊണ്ടിരിക്കാം അല്ലേ. ഇവിടെ എന്താണ്, അതിൻ്റെ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ വലിയ വലിയ ബയേഴ്സോ പമ്പ് ആൻഡ് ഡംപ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആര് വേണം ആയിക്കോട്ടെ, അവരിങ്ങനെ വാങ്ങിക്കുന്നു. ഓരോ ദിവസം കണ്ടോ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റഡിലി ഗ്രോ ചെയ്യുന്നു. ഇത് കാണുമ്പോൾ എന്താ, നമ്മളൊരു നടുക്കിലേക്ക് എത്തുമ്പം നമ്മൾ കുറേ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ വാങ്ങിക്കും. ആ പീക്ക് എത്തുമ്പോൾ എന്താ സംഭവിച്ചത്, ആ പീക്ക് എത്തുമ്പോൾ ടട്ടാ ആ വലിയൊരു റെഡ് താഴേക്കുണ്ടോ, വലിയ എമൗണ്ടിൽ വിറ്റു. ആ പീക്കിലെത്തുമ്പോൾ ആരോ വിറ്റു. അതുകൊണ്ട് എന്താ പ്രശ്നം, ഇനി നിങ്ങൾ കാണാൻ പറ്റുക റെഡ് കഴിഞ്ഞിട്ട് ക്യാൻഡിൽ സ്റ്റിക്കേ കാണുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാൻഡിൽ സ്റ്റിക്ക് കാണില്ല. നിങ്ങൾക്ക് 80 രൂപേന് താഴെ ഒരു ചെറിയൊരു ഗ്രീൻ കാണാൻ പറ്റും. പിന്നെ 70 രൂപ. അതെന്താണ്, പിന്നെ ആരും വിൽക്കാനില്ല. നോക്ക്, ഇത് ഇവിടെ 80 രൂപയിൽ നിന്നാണ് ഹൈപ്പ് തുടങ്ങി 120 നിന്നു. 100 എത്തുമ്പം
അവർ വിറ്റ് ആ റെഡ് ഇതും 100 നിന്നു. പിന്നെ ആരും വിൽക്കാനില്ല. ഞാനും നിങ്ങൾ വിൽക്കാൻ നോക്കിയാൽ വിൽക്കാൻ ആരുമില്ല. മാർക്കറ്റിൽ വോളിയില്ല, ട്രേഡിംഗ് വോളിയില്ല. പിന്നെ ഓരോ ദിവസവും പ്രൈസ് കുറഞ്ഞു. പിന്നെ അവസാനം 40 രൂപേനെ താഴെ എത്തിയപ്പോൾ 40 രൂപേൻ്റെ താഴെ ഒരു ഷെയർ പ്രൈസ് ആയപ്പോഴേ പിന്നെയായിട്ട് ട്രേഡിംഗ് തുടങ്ങിയിട്ടുള്ളൂ. കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ വാങ്ങിച്ചു, കുറച്ച് വിറ്റു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്താണ് 80 മേലെയാണ് വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഹൈപ്പൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് എടുത്ത് നോക്കുമ്പോഴും പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ ഗ്രാഫ് നോക്കിയാലും പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഡിപ്പിൽ സംഭവിച്ചത്? നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ബൈ ഓർഡേഴ്സ് ഉണ്ടാവില്ല. ബൈ ഓർഡേഴ്സ് ഉണ്ടാവും. മാർക്കറ്റ് ഡെപ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈ ഓർഡേഴ്സ് ആരും ഉണ്ടാവില്ല. സെൽ ഓർഡേഴ്സ് കുറേ ഉണ്ടാവും. അപ്പോൾ 30 രൂപയ്ക്ക് വിൽക്കാൻ, 60 രൂപയ്ക്ക് വിൽക്കാൻ, 70 രൂപയ്ക്ക് വിൽക്കാൻ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് ഓർഡറും സെൽ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ആരും വാങ്ങിക്കാനില്ല, ബൈ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അതാണ് ഇല്ലിക്വിഡിറ്റി പ്രശ്നം. ഇത് വാങ്ങിക്കാനും വിൽക്കാനും ആൾക്കാരില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ട്രേഡിങ് നടക്കില്ല. അപ്പോൾ അതാണ് ഈ മൈക്രോ ക്യാപ്പിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ കണ്ടു. ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പറയാം. അതോടെ നമ്മൾ ഈ വീഡിയോ പെനി സ്റ്റോക്സിനെ പറ്റി അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പെനി സ്റ്റോക്സ് എന്നുള്ള ട്രാപ്പിൽ വീഴാതിരിക്കാൻ നോക്കുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് വളരെ റിസ്ക്കിയാണ്. അപ്പോൾ അതിലും റിസ്കിയർ ആയിട്ടുള്ള സംഭവമാണ് പെനി സ്റ്റോക്സ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകരുത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ മ്യൂച്വൽ ഫണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ ജോയിൻ ചെയ്യാം. MF20 ആണ് കോഡ്. താഴത്തെ ലിങ്ക് യൂസ് ചെയ്യുക, കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട.